ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തൻഷിക് വേൾഡ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് അവിലും തേങ്ങയൊക്കെ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു പുത്തൻ പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ രുചികരമായിട്ടുള്ള ഈ ഒരു പലഹാരം നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. ചൂട് ചായയുടെ കൂടിയും എല്ലാതും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഈ റെസിപ്പി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കുട്ടികളെപ്പോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എനിക്കൊത്തിരി പേഴ്സണലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി കൂടിയാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അവിലെടുത്തിട്ടുണ്ട്. ഞാനിവിടെ മട്ടയരിയുടെ അവിലാണ് എടുത്തിട്ടുള്ളത്. ഏത് ടൈപ്പ് അവിൽ വേണമെങ്കിലും നമുക്കിതിനായിട്ട് എടുക്കാവുന്നതാണ്. അതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഏത് ടൈപ്പ് അവിലാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് പാലിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരും കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ എടുക്കുന്നത് തിന്നായിട്ടുള്ള അവിലാണെങ്കിൽ ഇത്ര പാലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് കുതിർന്ന് കിട്ടാൻ ആവശ്യമായിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ഇനി ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് ഇവിടെ അടച്ച് മാറ്റി വെക്കാം. 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ടാവും. അങ്ങനെ ഇതാ 5 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതിവിടെ നല്ലതുപോലെ തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ പാലൊക്കെ അബ്സോർബായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പാൽ തന്നെ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. വെള്ളം വേണമെങ്കിൽ നമുക്ക് വെള്ളം ചേർത്തിട്ട് ഇത് കുതിർത്ത് വെച്ചാലും മതി. പാലാവുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് അരിപ്പൊടിയാണ്. ഞാനിവിടെ ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള അരിപ്പൊടി നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഓയിലോ നെയ്യോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുകൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി ഇതൊന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ട് നല്ല ചൂടുള്ള വെള്ളമാണ് എടുക്കുന്നത്. അങ്ങനെ വെട്ടിത്തിളക്കുന്ന വെള്ളമൊന്നും വേണമെന്നില്ല. നല്ല ചൂടുള്ള വെള്ളം എടുത്താൽ മതി. അത് കുറച്ചായി ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നല്ല സ്മൂത്ത് ഡോ ആയിട്ട് കുഴച്ചെടുക്കണം. വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുത്തുകൊണ്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതുപോലെ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അതിനായിട്ട് കൈയുടെ അടിയിൽ കുറച്ച് നെയ്യോ ഓയിലോ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ചെറിയൊരു ഉരുളയാക്കിയെടുക്കാം. എത്ര കുഞ്ഞു ഉരുളയാക്കി എടുക്കുന്നോ അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്കിത് എത്ര വലുപ്പം വേണമെന്ന് തീരുമാനിക്കാവുന്നതാണ്. അതിനുശേഷം ഇതുപോലെ നല്ല ഷേപ്പ് ചെയ്തെടുക്കാം. കുഞ്ഞു ഉരുളയാവുമ്പം ഇതിലേക്ക് നല്ലതായിട്ട് തന്നെ ശർക്കര പാനിയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും. അധികം വലിയ ഉരുളയേക്കാളും നല്ലത് കുഞ്ഞു ഉരുളയാക്കിയിട്ട് ഉരുട്ടിയെടുക്കുന്നത് തന്നെയാണ്. ഒട്ടും തന്നെ ക്രാക്കൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് വേണം ഉരുട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതുപോലെ വേണം ഉരുട്ടിയെടുക്കാനായിട്ട്. ഞാനിതുപോലെ ബാക്കിയെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇത് കണ്ടല്ലോ, ഞാനിവിടെ ഇതെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായിട്ടൊരു സ്റ്റീമറിലോ അല്ലെങ്കിൽ ഇഡലി തട്ടിലോ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 തട്ടിലായിട്ടാണ് ഇത് സ്റ്റീം ചെയ്തെടുക്കുന്നത്. 5 മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് സ്റ്റീം ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇതിവിടെ 5 മിനിറ്റ് ആകുമ്പോഴേക്കും നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് പോകാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് ഒരു പാനിലേക്ക് 1/4 കപ്പ് അളവിൽ ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സായി വരുമ്പോഴേക്കും ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെറിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1/2 ടീസ്പൂൺ കറുത്ത എള്ളും 1 ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും ഇതിലെ ശർക്കര പാനിയൊക്കെ കുറച്ചൊന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ സ്റ്റീം ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ബോൾസ് ഇട്ട് കൊടുക്കാം. അതുകൂടി ചേർത്ത ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് നന്നായിട്ട് ശർക്കര പാനിയൊക്കെ ഒന്ന് കോട്ടായി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് നേരത്തേക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ഇതിലേക്ക് നന്നായിട്ട് ശർക്കര പാനിയൊക്കെ ഇറങ്ങി കിട്ടിയിട്ടുണ്ടാവും. നന്നായിട്ട് തന്നെ ഉള്ളിലൊക്കെ നല്ലതുപോലെ മധുരം കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതുവരേക്ക് ഇതൊന്ന് ഇങ്ങനെ അടച്ച് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ 5 മിനിറ്റ് ആകുമ്പോഴേക്കും നല്ലതുപോലെ തന്നെ ഇതിലേക്ക് ശർക്കര പാനിയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം വീണ്ടും അടച്ച് ഇതൊരു 5-10 മിനിറ്റ് നേരത്തേക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോഴേക്കും നല്ലതുപോലെ തന്നെ ഇതിലൊക്കെ ശർക്കര പാനിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാനിതിവിടെ ഒരു 10 മിനിറ്റ് നേരത്തേക്കൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കൊതിയൂറും പലഹാരം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? അടിപൊളി ടേസ്റ്റുമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണിത്. ഇതിങ്ങനെ കാണുമ്പോൾ ഒന്നെടുത്തിട്ട് കഴിച്ചു നോക്കാൻ തോന്നില്ലേ? നല്ല രുചിയാണ്.
കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിൽ ചേർക്കുന്ന ശർക്കരയൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് ശർക്കരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് 1/2 കപ്പ് ശർക്കര വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. അത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതിങ്ങനെ ഈ തേങ്ങയോട് കൂടി കഴിക്കുമ്പോണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ്, നല്ല രസമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഈ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനാബിൾ ചെയ്തിടാനും മറക്കല്ലേ. അങ്ങനെയാകുമ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.